പാലക്കാട് ജില്ലയിലെ വടവന്നൂരിനടുത്തുള്ള പൊക്കുന്നി ശിവക്ഷേത്രത്തിനെ പറ്റി നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മൾ വടവന്നൂരിലത്തെ ഒരു ശിവക്ഷേത്രത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പാലക്കാട് നിന്നും പുതുനഗരം വഴി വടവന്നൂരിലേക്ക് പോകുമ്പോൾ വടവന്നൂർ ജംഗ്ഷനിൽ നിന്നും ഇടതുവശത്തേക്കാണ് പൊക്കുന്നി ശിവക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഇത് പക്ഷേ നമ്മൾ വടവന്നൂർ ജംഗ്ഷനിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് വലത്തോട്ടേക്കാണ് പോകേണ്ടത്. വലത്തോട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ മുൻപിലെത്താം. ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ തിരുവില്യാംപൊറ്റ ശിവക്ഷേത്രം എന്നാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രം ഇന്ന് കാണിക്കാമെന്ന് വെച്ചത്. നമ്മൾക്കും വളരെ വൈകിയാണ് ഇങ്ങനൊരു അറിവ് കിട്ടിയത്, ഇങ്ങനൊരു ശിവക്ഷേത്രം കൂടെ വടവന്നൂരിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ ഒരു ശിവക്ഷേത്രം കണ്ടുകളയാം എന്ന് വെച്ചു. നമ്മളുടെ പ്രേക്ഷകരുമായിട്ട് അതൊന്ന് പങ്കുവയ്ക്കാമെന്നും നമുക്കൊരു ആഗ്രഹം. നല്ലൊരു ക്ഷേത്രം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു റോഡ് അത് അല്പം ദുർഘടം പിടിച്ചത് തന്നെയാണ്. ദൂരെ നിന്ന് കാണുമ്പോഴേ നമുക്കറിയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ആ ഒരു ആകൃതി തന്നെ ഏകദേശം ശിവലിംഗത്തിനോട് സമാനമായിട്ടാണ് തോന്നുന്നത്. സമയം വൈകിയതുകൊണ്ടോ എന്തോ അറിയില്ല, ഒരുപാട് ഭക്തജനങ്ങളുടെ തിരക്കൊന്നും ഇവിടെ കാണാനില്ല. പക്ഷേ ക്ഷേത്രം കാണാൻ നല്ല കൗതുകമുണ്ട്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരം. വടവന്നൂർ ജംഗ്ഷനിൽ നിന്നും ഈ വഴിക്ക് ബസ് സർവീസ് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളമാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ബസ്സുകളൊന്നും നമ്മൾ കണ്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഭക്തജനങ്ങളുടെ തിരക്കും വളരെ കുറവാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ ഒരു സമീപവാസികളും അതേപോലെ ഇരുചക്ര വാഹനങ്ങളിൽ സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉള്ളവർ അത് ഓടിച്ചു വരുന്നവരും ഒക്കെയാണ് ഇവിടെ തൊഴുകാൻ വരുന്നവർ. ഇവിടുത്തെ നിത്യസന്ദർശകരിൽ അധികവും അങ്ങനെയുള്ളവരാണ്. നമ്മൾ മുൻപ് കണ്ട ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കവാടത്തിൽ നിന്നും ഒരുപാട് ദൂരം നടന്നു വരേണ്ടതായിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇനി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള പരിസര പ്രദേശത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി തന്നെ ഒരു പൊറ്റ പോലെ കിടക്കുന്ന ഒരു സ്ഥലം കാണാം. പണ്ട് അത് കുളമായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അത് മൂടിക്കിടക്കുന്നു. വളരെ വൃത്തിഹീനമായിട്ട് കാടും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയൊരു ആൽമരം, അതിന് കീഴെ ഒരു ആൽമരത്തിൻ്റെ മുകളിലേക്ക് ദീപം തെളിയിക്കുന്നതിനും മറ്റും കയറി പോകുന്നതിനായിട്ടുള്ള ഒരു കൽപ്പടവുകളെല്ലാം കെട്ടിവെച്ചിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. അതിൻ്റെ ചുറ്റും തന്നെ പാറയാണ്. പാറയും നല്ല ഒരു തണുത്ത അന്തരീക്ഷം, നല്ലൊരു തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു വലിയ മരവും അതിന് ചുവട്ടിലുള്ള ആ പാറപ്പുറവുമെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. ഈ ആൽമരത്തിന് ചുവട്ടിലുള്ള പാറയുടെ പല ഭാഗങ്ങളിലും നമ്മൾക്ക് ഹാൻഡ് റെയിലെല്ലാം വെച്ച് മുകളിലേക്ക് കയറിപ്പോകാനുള്ള ചെറിയ ആ ഒരു വഴികൾ കാണാം. അവിടെയും എന്തെല്ലാമോ പ്രതിഷ്ഠകളുണ്ട്. അതെല്ലാം എന്താണെന്ന് അറിയില്ല. ഇവിടെയും നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ഹാൻഡ് റെയിൽ വെച്ച് മുകളിലേക്ക് കയറിപ്പോകാനും അവിടെ ഒരു ചെറിയ എന്തോ ഒരു പ്രതിഷ്ഠ വെച്ചിരിക്കുന്നതുമായിട്ടെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ആ പാറക്കെട്ടിൻ്റെ അടുത്തായി തന്നെ കുറച്ച് വീടുകളെല്ലാം കാണാം. പക്ഷേ എല്ലാത്തിലും ആൾതാമസം ഉണ്ടോ എന്നറിയില്ല. ചിലതെല്ലാം ആൾതാമസം ഇല്ലാത്തതുപോലെയാണ് തോന്നുന്നത്. അമ്പലവും ആൽത്തറയും അതിനോട് അടുത്ത് കിടക്കുന്ന ആ പാറക്കെട്ടും എല്ലാം സുഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ മറ്റു പല കാഴ്ചകളും നമ്മൾക്ക് കുറച്ചെങ്കിലും അരോചകമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. കാരണം ഈ ഒരു വീടുകളിലെല്ലാം ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രതീതി. അതേമാതിരി അതിനടുത്തുള്ള ആ സമീപ പ്രദേശങ്ങളും വളരെ കാട് പിടിച്ച് കിടക്കുന്നു. അതുകൊണ്ട് ഇത് അധികൃതർ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ പരിസരവും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു അമ്പലവും നല്ലൊരു അന്തരീക്ഷവുമാണ് ഉണ്ടാവുക ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ വടവന്നൂർ എന്ന സ്ഥലത്തുള്ള വേറൊരു ശിവക്ഷേത്രം അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടെ നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഈ ഒരു വിവരം എത്തിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.